الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني وليؤمنوا بي لعلهم يرشدون صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم الدعاء سلاح المؤمن وإماد الدين ونور السماوات والأرض ആദരണീയരായ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ കാരണവന്മാർ, സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, ശ്രോതാക്കളെ, അൽഹംദുലില്ലാഹ്, വിശുദ്ധ റമളാൻ അത് ആദ്യ പകുതി കഴിഞ്ഞ് 2/3 ഭാഗവും നമ്മോട് യാത്ര ചോദിക്കാനുള്ള ഒരുക്കത്തിലാണ്. പാപമോചനത്തിൻ്റെ 10 ദിനങ്ങളിൽ 8 ദിവസമായി നമ്മളോട് ഇന്ന് 8ാം ദിവസം യാത്ര പറയുകയാണ്. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഇഅ്തികാഫിന് വലിയ പ്രാധാന്യമുള്ള, നരകമോചനത്തിന് പ്രത്യേകമായ പ്രാധാന്യമുള്ള 10 ദിനങ്ങളിലേക്ക് അല്ലാഹു തൗഫീഖ് നൽകിയാൽ നമ്മൾ പ്രവേശിക്കും. ബദർ കഴിഞ്ഞു. വിത്തുറുകളിൽ തറാവീഹിന് ശേഷമുള്ള വിത്തുറുകളിൽ കുനൂത്ത് ഓതാൻ തുടങ്ങി ഇമാം. ഇതെല്ലാം വിശുദ്ധ റമളാൻ നമ്മിൽ നിന്ന് മെല്ലെ മെല്ലെ യാത്ര ചോദിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമളാനിനെ സംബന്ധിച്ച് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്, പലതും പഠിച്ചിട്ടുണ്ട്. റമളാൻ ഒരു മുസ്ലിമായ മനുഷ്യന് വ്യക്തിപരമായി, ആത്മീയമായി, അതുപോലെ വ്യത്യസ്തങ്ങളായ ധാരാളം നന്മകളും ഗുണങ്ങളും വിശുദ്ധ റമളാനിലൂടെ നമുക്ക് ലഭിക്കും. വിശുദ്ധ റമളാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശ്വാസിയായ ഒരാൾക്ക് അതിലൂടെ ലഭിക്കുന്ന വലിയ ഗുണങ്ങളിലൊന്ന്, ഒരു മനുഷ്യന്, വിശ്വാസിക്ക് സ്വാഭാവികമായി ഉണ്ടാവേണ്ട സാമൂഹികമായ പ്രതിബദ്ധതയെ കൂടുതൽ കൂടുതൽ റമളാൻ ഊട്ടിയുറപ്പിക്കുന്നു എന്നുള്ളതാണ്. സാമൂഹിക പ്രതിബദ്ധതയെ ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ സന്തോഷവും എൻ്റെ ആഹ്ലാദവും എൻ്റെ നന്മയും എൻ്റെ വേദനയും എൻ്റെ ദുഃഖവും എൻ്റെ വിശപ്പും എൻ്റെ ദാഹവും എന്ന കൺസെപ്റ്റിൽ നിന്ന് മറ്റുള്ളവൻ്റെ സന്തോഷവും മറ്റുള്ളവൻ്റെ ആനന്ദവും മറ്റുള്ളവൻ്റെ ദാഹവും മറ്റുള്ളവൻ്റെ വിശപ്പും മറ്റുള്ളവൻ്റെ ആകുലതയും ആവലാതിയും വേദനയുമൊക്കെ തിരിച്ചറിയാൻ പറ്റിയ നല്ലൊരു സമയമാണ് വിശുദ്ധ റമളാൻ. ഒരു മനുഷ്യന് ഭൗതിക ജീവിതമെന്ന നിലക്ക് അവന് ധാരാളം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളും
അതുപോലെ തന്നെ വിശുദ്ധ ഇസ്ലാം ലോകത്തെ പരിചയപ്പെടുത്തിയ ഐഹിക ജീവിതം അങ്ങനെയാണ്. അങ്ങനെയല്ല എന്ന് കുറഞ്ഞ കാലമെങ്കിലും ഈ ഭൂമുഖത്ത് ജീവിച്ച എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റും? ഇല്ല. അബൂനാബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ ജീവിച്ചു പോയ മനുഷ്യരുടെ ചരിത്രത്തിലെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ എടുത്തു പരതിയാൽ ഭൗതിക ലോകത്ത് മനുഷ്യന് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അതനുഭവിക്കാൻ നാം ഒക്കെ നിർബന്ധിതരാണ്. പക്ഷേ ഭൗതിക ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വളരെ ആഴമുള്ള പ്രയാസകരമായ ചില വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ മലക്കല്ല എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. മനുഷ്യനും മലക്കും വലിയ അന്തരമുണ്ട്. വിശപ്പും ദാഹവും വികാരവും ഇല്ലാത്ത, മോഹങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരു വിഭാഗമാണ് മാലാഖമാരെന്ന് പറയുന്നത്. അതേ സമയത്ത് വ്യത്യസ്തങ്ങളായ വികാരങ്ങളുടെ ഒരു വലിയ സ്രോതസ്സാണ് മനുഷ്യന്റെ ശരീരവും മനുഷ്യൻ എന്ന് പറയുന്നതും. അതുകൊണ്ട് തന്നെ ആ വികാരങ്ങളെയെല്ലാം വികാരം എന്ന് പറയുന്നത് ഒരു ലൈംഗിക വികാരത്തെക്കുറിച്ച് മാത്രമല്ല. കണ്ണിനും കാതിനും കൽബിനും അവന്റെ വയറിനും അവന്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ ശരീരത്തിന്റെ ബിന്ദുവിനും വ്യത്യസ്തങ്ങളായ വികാരങ്ങളുണ്ട്. അതിനെ പൂർണ്ണമായും അടക്കി നിയന്ത്രിച്ച് പിടിച്ചു വെക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എല്ലാ വികാരങ്ങളെയും പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉപയോഗപ്പെടുത്താനാണ് ഇസ്ലാം ലോകത്ത് പഠിപ്പിക്കുന്നത്. അത് ഇസ്ലാമിന്റെ പ്രത്യേകതയുമാണ്. ചില മതങ്ങളെങ്കിലും മനുഷ്യന്റെ ചില വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ അനുവദിക്കാത്ത മതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തിയ മതങ്ങളും അല്ലെങ്കിൽ പ്രത്യേക ശാസ്ത്രങ്ങളുമുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യന്റെ സൗന്ദര്യത്തിന്റെ പ്രകടനത്തെ, സൗന്ദര്യം ഇസ്ലാം പ്രകടിപ്പിക്കാൻ പറഞ്ഞതിനും പരിധിയുണ്ട്. പക്ഷേ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. സന്തോഷിക്കാൻ അനുമതി കൊടുത്ത മതമാണ് വിശുദ്ധ ഇസ്ലാം. ദുഃഖിക്കാനും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനും പരിധിയുണ്ട്. മനുഷ്യന്റെ സർവമാന താല്പര്യങ്ങളെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രകടിപ്പിക്കാനുള്ള അനുമതി കൊടുത്ത വിശുദ്ധ ഇസ്ലാം, ആ വിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് അവൻ വിശക്കുക അല്ലെങ്കിൽ ദാഹിക്കുക, പട്ടിണി കിടക്കുക എന്നുള്ളതാണ്. ആ പട്ടിണി കിടക്കുന്ന മനുഷ്യൻ ഒരു ദിവസം നമ്മൾ രാവിലെ പുലർച്ചെ മുതൽ വൈകുന്നേരം അസ്തമാനം വരെ വിശുദ്ധ റമളാനിൽ നോമ്പെടുത്തുകൊണ്ട് പട്ടിണി കരുതിക്കൂട്ടി അനുഭവിക്കുകയും പട്ടിണിയുടെ ആ ഒരു പ്രയാസങ്ങൾ എന്താണെന്ന് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മയുടെ നോമ്പ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ആഹാരമുണ്ടായിട്ടും പാചകം ചെയ്യാനുള്ള വിഭവങ്ങളുണ്ടായിട്ടും ധാന്യങ്ങളുണ്ടായിട്ടും എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു നമ്മോട് അതെല്ലാം മാറ്റിവെച്ച് 12 മണിക്കൂറെങ്കിലും നീ നിരാഹാരം അനുഷ്ഠിക്കണം, ഭക്ഷണ അന്നപാനീയങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നാം നോമ്പെടുക്കുകയാണ്. പക്ഷേ ഒരു 12 മണിക്കൂർ നോമ്പിന്റെ വിശപ്പിന്റെ ദാഹത്തിന്റെ വെള്ളം കുടിക്കാത്തതിന്റെ ഭക്ഷണം കഴിക്കാത്തതിന്റെ വേദനയും പ്രയാസവും എത്രമാത്രം നമ്മൾ സഹിക്കുന്നുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ നോമ്പ് അഥവാ അന്നപാനീയങ്ങൾ ഉണ്ടായിട്ടും അത് കഴിക്കാതെ ഉപേക്ഷിച്ച് അള്ളാഹുവിന് നോമ്പെടുക്കുന്ന നമ്മുടെ മനസ്സിൽ ധാരാളം ആത്മീയമായ ബോധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമൂഹത്തിന്റെ വേദന തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ റമളാൻ അവസാനിക്കുമ്പോൾ നാം ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. കാരണം ആഹാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നും ആഹാരം കഴിക്കാത്തവന്റെ വിഷമം എന്താണെന്നും ജീവിതകാലം മുഴുവനും മുഴുപട്ടിണിയും അർദ്ധപട്ടിണിയിലും കഴിയുന്ന ഒരു ജനത അഭിമുഖീകരിക്കുന്ന വിഷമങ്ങളുടെ ആഴവും വലുപ്പവും അതുപോലെ തന്നെ പ്രയാസവും എത്രയാണെന്ന് സ്വയം ബോധ്യപ്പെടുമ്പോഴാണ് ഒരു പിടി അന്നം ധാന്യം
സമൂഹത്തിന് വിതരണം ചെയ്യുക എന്ന ഒരു പ്രാക്ടിക്കൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു നല്ല മാതൃക പരിശുദ്ധ ഇസ്ലാം വിശുദ്ധ റമളാൻ നോമ്പ് അവസാനിക്കുമ്പോൾ നടപ്പാക്കുകയും അത് നാം നിർവഹിക്കുകയും ചെയ്യുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു ആശയം എന്ന് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്, ഇന്നത്തെ പത്രത്തിലെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെഡിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഗൗരവത്തോടുകൂടെ നാം ചിന്തിക്കുക. നമ്മുടെ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പട്ടിണി കിടക്കുന്ന ഭക്ഷണത്തിന്റെ വില എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സമയമാണിത്. ഭക്ഷണത്തിന്റെ വില എന്താണെന്ന് ബോധ്യപ്പെടുന്നു വിശുദ്ധ റമളാനിൽ. ഭക്ഷണം കഴിക്കാത്തവന്റെ വിഷമം എന്താണെന്ന് ബോധ്യപ്പെടുന്നു വിശുദ്ധ റമളാനിൽ. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യന് വിശുദ്ധ റമളാൻ നൽകുന്ന ഒരു വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്, ഭക്ഷണത്തോടുള്ള ബഹുമാനം നമുക്കൊന്നും കുറവുണ്ടാവാൻ പാടില്ല. ഭക്ഷണത്തോടുള്ള ബഹുമാനം, ആ ബഹുമാനം ഇന്ന് നമുക്കുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ലീഡിൻ ഒരു പത്രത്തിലെ പ്രധാന ഹെഡിങ്, ഏറ്റവും വലിയ ഹെഡിങ് അതാണ്. വിശപ്പിന്റെ വില എന്നാണ് ആ ഹെഡിങ്. എന്താണ് പറയുന്നത്? ലോകം ഒരു വർഷത്തിനിടയിൽ പാഴാക്കി കളഞ്ഞ ഭക്ഷണം 100 കോടി ടണ്ണാണ് എന്നാണ് പറയുന്നത്. 100 കോടി ടണ്ണ് ഭക്ഷണം ഒരു വർഷത്തിനിടയിൽ മനുഷ്യലോകം പാഴാക്കി കളഞ്ഞിരിക്കുന്നു സഹോദരന്മാരെ. ഒരു ദിവസം പാഴാക്കുന്ന ഭക്ഷണം 80ഓളം കോടി ജനങ്ങൾക്ക്, പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്ക് ഒരു നേരം കഴിക്കാൻ സാധിക്കുമത്രേ. സുബ്ഹാനല്ലാഹ്. അത്രമാത്രം ഭക്ഷണം മനുഷ്യ സമൂഹം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? അവനാണ്, ഇവനാണെന്ന് പറഞ്ഞു ചൂണ്ടിയിട്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ രക്ഷപ്പെടാൻ സാധിക്കുമോ സഹോദരന്മാരെ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കുലു, തുന്നുക, വശ്റബു, നിങ്ങൾ കുടിക്കുക, വലാ തുസ്രിഫു, ദുർവ്യയം ചെയ്യരുത്. ധാരാളം അർത്ഥങ്ങളുണ്ട് അതിന്. നോക്കണം നിങ്ങൾ, നാം ഭക്ഷണത്തിന്റെ പ്രാധാന്യം വിശുദ്ധ നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കിട്ടാത്തവന്റെ പ്രയാസം വിശുദ്ധ നോമ്പിലെ 30 ദിവസക്കാലത്തെ പകൽ സമയത്തെ നമ്മുടെ നിരാഹാരമെന്ന അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഫലസ്തീനിലേക്കൊന്ന് നോക്കൂ നിങ്ങൾ. നമ്മുടെ നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് പ്രത്യേക പ്രാർത്ഥന നടത്താൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ. എന്താണ് സഹോദരന്മാരെ, ഒരു വർഷത്തിനിടയിൽ 100 കോടി ടണ്ണ് ഭക്ഷണം മനുഷ്യന്മാർ പാഴാക്കി എന്ന് പറയുമ്പോ അതിൽ 60% ഭക്ഷണം പാഴാക്കിയത് വീടുകളിൽ നിന്നാണ് എന്നും കൂടെ കേൾക്കുമ്പോൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളിൽ ഭക്ഷണം പാഴായി പോകുന്നില്ലേ? എത്രയാണ് നാം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു ദിനം പാഴാക്കുന്ന മനുഷ്യർ പാഴാക്കുന്ന ഭക്ഷണം 80ഓളം കോടി, അല്ലെങ്കിൽ അത്രമാത്രം ജനങ്ങൾക്ക് ഒരു നേരം കഴിക്കാനുള്ള, പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് കഴിക്കാനുള്ള ആഹാരമാണ് എന്ന് കേൾക്കുമ്പോ എന്തൊരു ദുരന്തമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ക്യാൻസർ പിടിപെട്ടി മരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാരകമായ വിവിധ രോഗങ്ങൾ, അല്ലെ, ഹൃദ്രോഗികളായി അറ്റാക്ക് സംഭവിച്ച് ഓരോ ദിവസവും, ഓരോ നിമിഷവും എത്രയോ മനുഷ്യന്മാർ ലോകത്ത് മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടെ ചിന്തിക്കുക. ഇതുപോലെ വിവിധ രോഗങ്ങൾ, അപകടങ്ങളിൽ മനുഷ്യന്മാർ മരിച്ചു വീഴുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ നമുക്ക് സഹിക്കാം സഹോദരന്മാരെ. അതേ സമയത്ത് ഓരോ വർഷവും 1, 2, 3, 4 ലക്ഷം മനുഷ്യന്മാർ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നു മരിക്കുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നാം പലപ്പോഴും മാധ്യമങ്ങളിലൂടെ, വാർത്തകളിലൂടെ കേൾക്കുകയും വായിക്കുകയും ചെയ്തതാണ്. പട്ടിണി കിടന്ന് മരിക്കുക. ഫലസ്തീനിലെ യുദ്ധഭൂമിയിൽ നിന്ന് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നാം കേൾക്കുന്നത് എന്താണ്? ഇന്നും പത്രത്തിലുണ്ട്. പോഷകാഹാരമില്ലാതെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി 1000 കൈകൾ നീളുന്ന ഏതാനും 1000 കൈകൾ. ഇന്നലെ വരെ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച മനുഷ്യന്മാർ, ഇന്നലെ വരെ ഒരല്ലലുമില്ലാതെ, ആകുലതയില്ലാതെ, ഭക്ഷണത്തിന്റെ ഒരു പ്രയാസവുമില്ലാതെ സുഖജീവിതം നയിച്ച മനുഷ്യന്മാർ
ഇന്ന് ഒരു പൊതി ഭക്ഷണത്തിന് വേണ്ടി 1000 കൈകൾ ഉയരുന്ന കാഴ്ച ഫലസ്തീനിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് സഹോദരന്മാരെ. ആഫ്രിക്ക എന്ന് പറയുന്ന ദരിദ്ര മനുഷ്യന്മാർ ലക്ഷങ്ങൾ കോടികൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തൊരു ഫോട്ടോഗ്രാഫർക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് ഫേമസ് ആയ അവാർഡാണ് പുലിസ്റ്റർ അവാർഡ് എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫർ, ഏറ്റവും മികച്ച ലോക ഫോട്ടോഗ്രാഫർക്ക് നൽകുന്ന ലോക പ്രശസ്തമായ അവാർഡാണ് പുലിസ്റ്റർ അവാർഡ്. ഒരു വർഷം നൽകിയ അവാർഡ് ആർക്കായിരുന്നു? ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് അഥവാ ഭക്ഷണം കിട്ടാതെ അഥവാ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്. ജീവനുള്ള മനുഷ്യൻ. ആ ജീവനുള്ള മനുഷ്യനെ ഒരു കഴുകൻ കൊത്തിവലിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യന്റെ കൈ പൊന്തിയാൽ കാക്ക പാറും, പരുന്ത് പാറും. പറവകളും പക്ഷികളും ഒരു മനുഷ്യന്റെ കൈ പൊന്തിയാൽ പാറിപ്പോകും. ആ മനുഷ്യന് ജീവനുണ്ടായിട്ടും പട്ടിണി കിടന്നിടത്ത് നിന്നൊന്ന് എണീക്കാനും ആ ഇരുന്നിടത്ത് നടക്കാനും കഴിയാതെ, അഥവാ ഇഴജന്തുവിനെ പോലെ ഭൂമിയിൽ മലർന്ന് കിടന്ന് ഈ ഇഴഞ്ഞു പോകുന്ന മനുഷ്യനെ കൊത്തിവലിക്കാൻ, മൃതദേഹത്തെ കൊത്തിവലിക്കുന്ന കഴുകൻ ജീവനുള്ള മനുഷ്യനെ, വിശക്കുന്ന മനുഷ്യനെ കൊത്തുവലിക്കാൻ കാത്തിരിക്കുന്ന ചിത്രത്തിനാണ് ഒരു വർഷത്തെ പുലിസ്റ്റർ അവാർഡ് ലഭിച്ചത്. ഇങ്ങനെ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാര് ലോകത്തുണ്ട് സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വന്നത്, ഭക്ഷണം പാഴാക്കുക എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യനൊരു പ്രശ്നമേ അല്ല. കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് പല അർത്ഥങ്ങളുമുണ്ട്. ദുർവ്യയം ചെയ്യരുത്, ഒന്ന് അനവധനീയമല്ലാത്ത ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം പാഴാക്കുന്ന 2 രൂപമുണ്ട്. ഒന്നെന്താണ്? ഒരു മനുഷ്യന് അനുവദിച്ചതിലപ്പുറം ഭക്ഷണം കഴിക്കുക. അതിൽ നമ്മളെല്ലാവരും ഒരു പരിധിവരെ ഉത്തരവാദിത്തമുള്ളവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഏറ്റവും ഷർറായ ഒരു പാത്രം എന്ന് പറയുന്നത് അത് ആമാശയമാണ്. ഏറ്റവും ഷർറായ പാത്രം. അതുകൊണ്ട് ആ പാത്രം പരിധി വിട്ട് നടക്കാൻ പാടില്ല എന്നാണല്ലോ. ഒരു ഭാഗത്ത് ഭക്ഷണവും മറ്റൊരു ഭാഗത്ത് വെള്ളവും മറ്റൊരു ഭാഗത്ത് വായു സഞ്ചാരത്തിനും ഇടം കിട്ടുന്ന രൂപത്തിലാണ് ആഹാരം കഴിക്കേണ്ടത് എന്നാണ് ലോകത്തെ ആരോഗ്യ ശാസ്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന തത്വത്തെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ നാം ഭക്ഷണം കഴിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഖുർആനിന്റെ അധ്യാപനത്തിന് എത്ര പ്രാധാന്യമുണ്ട്. ഭക്ഷണം പാഴാക്കി കളയുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥം എന്താണ്? ഒരു മനുഷ്യന് ആവശ്യമുള്ള ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിന്റെ വളർച്ചക്കും ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന കാലത്ത് ചിന്തിക്കണം സഹോദര. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകുപ്പില്ലാതെ പട്ടിണി കിടന്ന് ജീവിക്കുന്ന മനുഷ്യന്മാർ ലോകത്ത് ജീവിക്കുമ്പോ പരിധിക്കപ്പുറത്ത് ഭക്ഷണം വാരി വലിച്ച് കഴിക്കുന്ന ദുർവ്യയത്തിന്റെ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും സമൂഹത്തോടുള്ള ആ പ്രതിബദ്ധതയുടെയും കാരണം കൊണ്ട് നമുക്കത് നിർത്താൻ സമയമായിട്ടുണ്ട്. ഇസ്ലാമിന്റെ അധ്യാപനം അതാണ്. മറ്റൊന്നെന്താണ്? ഭക്ഷണം കഴിച്ച് വിളമ്പി വെച്ച ഭക്ഷണം പൂർണ്ണമായി കഴിക്കാതിരിക്കുക. കഴിക്കുമ്പോൾ തന്നെ പ്ലേറ്റിന്റെ പുറത്തേക്ക് ധാരാളം ഭക്ഷണം വെറുതെ വലിച്ചെറിയ. അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു മണി അരിയുടെ അല്ലെങ്കിൽ വറ്റിന്റെ പ്രാധാന്യം അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നാം ഒക്കെ പലപ്പോഴും കേട്ട ഹദീസാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, നിങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് ഒരു മണി വറ്റ് പുറത്തേക്ക് വീണാൽ അതെടുക്കുക, അതിൽ വല്ല അഴുക്കുമുണ്ടെങ്കിൽ അത് വൃത്തിയാക്കി അത് കഴിക്കട്ടെ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് വറ്റിലാണ് ബറക്കത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് മാത്രമാണോ? ഭക്ഷണം കഴിക്കുന്നിടത്തൊരു വലിയ അദബ് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം. ആ അദബിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നാം കഴിക്കുന്ന ആഹാരം ഒന്ന് നമുക്ക് ആവശ്യമുള്ളത് പ്ലേറ്റിൽ ഇടാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, ഇട്ടത് നമുക്ക് പൂർണ്ണമായും കഴിച്ചു തീർക്കാൻ കഴിയണം.
ആ പ്ലേറ്റ് പൂർണ്ണമായും വടിച്ച് ക്ലീൻ ആവണം. കണ്ടാൽ കഴുകിയ ഒരു പ്ലേറ്റ് ആണെന്ന് തോന്നും ചില ആളുകളുടെ ഭക്ഷണം കഴിക്കുന്ന കണ്ടാൽ. ഇസ്ലാം പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ആഹാരം കഴിക്കുന്നിടത്തുള്ള മര്യാദ പാലിക്കുന്ന എത്രയോ നല്ല മുഅ്മിനീങ്ങളെ നമുക്ക് കാണാം. അവർ കഴിച്ചു വെച്ച പ്ലേറ്റ് കണ്ടാൽ നേരത്തെ ഉപയോഗിക്കാത്ത കഴുകി വെച്ചൊരു പ്ലേറ്റ് ആണെന്ന് തോന്നുന്ന രൂപത്തിൽ ക്ലിയർ ആയിരിക്കും. അതാര് പഠിപ്പിച്ചതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്ലേറ്റ് വടിക്കുക മാത്രമല്ലല്ലോ, അതൊക്കെ ഒരു മോശം കൾച്ചറായും സംസ്കാരമായും യൂറോപ്പിൽ നിന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന അനുധാവനം ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത ധാരാളം നഷ്ടങ്ങളുള്ള ഇസ്ലാം പഠിപ്പിച്ചൊരു തത്വത്തെ ലോകത്താരെതിർത്താലും അതിനെ അംഗീകരിക്കുക എന്നത് ഒരു ഈമാനുള്ള മുഅ്മിനായ മനുഷ്യൻ യോജിച്ചതല്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മുടെ വിരലുകളിൽ നിന്ന് പോലും ധാരാളം ഭക്ഷണങ്ങൾ വേസ്റ്റായി പോകുന്നുണ്ട്. നമ്മുടെ വിരലുകളിൽ ധാരാളം വറ്റുണ്ടാകും, ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം വിരലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, ദഹന പ്രക്രിയയിൽ വലിയ പങ്കുണ്ട്. അതാണ് നമുക്കറിയാം. ഏതൊരു ഭക്ഷണത്തിലും കൈ തട്ടിപ്പോയാൽ, ഭക്ഷണത്തിൽ കൈ തട്ടിയാൽ ആ ഭക്ഷണം പെട്ടെന്ന് കേടുവരും. കാരണം എന്താ? കേടുവരാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം ദഹിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വിരലി ഊമ്പണമെന്ന് മഹാനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. വിരലൂമ്പുമ്പോ ഒന്ന് ദഹന പ്രക്രിയയെ എളുപ്പമാക്കുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ വിരലുകളിലുള്ള ഭക്ഷണം പുറത്തേക്ക് പാഴായി പോകാതെ അത് നമ്മുടെ വയറ്റിലേക്ക് എത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ നൽകുന്ന മനുഷ്യരോടുള്ള സാമൂഹികമായ പ്രതിബദ്ധതയുടെ വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മുടെ ആ പ്രതിബദ്ധതയെ റമളാൻ നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുമ്പോ പട്ടിണിയുടെ വേദനയും അതിന്റെ വലുപ്പവും ആഹാരത്തിന്റെ ബഹുമാനവും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ റമളാൻ നമുക്കൊരു അസ്മ് റമളാൻ നമ്മൾ ചെയ്യണം. ഭക്ഷണം പാഴാക്കില്ലെന്നൊരു അസ്മ്, ഒരു തരത്തിലും ഭക്ഷണം പാഴാക്കില്ലെന്നൊരു അസ്മ്. നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഭക്ഷണം പാഴാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് അത്. ഭക്ഷണം നേരെ ബാക്കിയുള്ള ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് എടുത്തി വെച്ചിട്ടുണ്ടാകും. നമ്മുടെ സഹോദരിമാർ തിരക്കുകൾക്കിടയിൽ 4 ദിവസം കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ ആ ഫ്രിഡ്ജ് ഒന്ന് തപ്പി നോക്കുമ്പോ എടുത്തു വെച്ചത് പോലും ഓർമ്മയുണ്ടാവില്ല. കാരണം എന്നിട്ടത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി ഭക്ഷണം കൊണ്ടുപോയി ഒഴിവാക്കുകയാണ്. പരിസ്ഥിതിക്ക് പ്രശ്നം അഥവാ മാലിന്യം കുന്നുകൂടുന്നു. ഇതൊക്കെ ഇതിന്റെ ഭാഗമായി ലോകത്തുണ്ടാവുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലേറ്റിലേക്ക് വിളമ്പിയിടുന്ന ഭക്ഷണത്തിന് പരിധി വേണം, വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പരിധി വേണം. സൂക്ഷിച്ചു വെക്കുന്ന ഭക്ഷണം ആർക്കും ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാവാത്ത രൂപത്തിൽ ഭക്ഷണത്തോടുള്ള ബഹുമാനത്തെ കൂടുതൽ വിശുദ്ധ റമളാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഒരു 5 മിനിറ്റ് മാത്രം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. വിശുദ്ധ റമളാനിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടാമത്തെ 10 കഴിഞ്ഞു. ഇത്തിക്കാഫിന് കൂടുതൽ പ്രാധാന്യമുള്ള അടുത്ത അവസാനത്തെ 10ലേക്ക് നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ പ്രവേശിക്കുകയാണ്. വിശുദ്ധ റമളാനിൽ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ദുആ റമളാനിൽ മാത്രമല്ല, എല്ലാ സമയങ്ങളിലും ദുആ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൽ ബഖറയിലെ വിശുദ്ധ റമളാനുകളുടെ മഹത്വവും അതുപോലെ തന്നെ റമളാനിന്റെ ഹുക്കുമുകളും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ദുആയുടെ പ്രാധാന്യം അല്ലാഹു തആല പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞു, ആ റമളാൻ പറഞ്ഞു തീരാതെ ഇടയിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു പ്രാർത്ഥനയുടെ പ്രാധാന്യം. ഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആനി ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ നിങ്ങൾ പറയുക, ഞാൻ അവനോട് സമീപസ്ഥനാണ്, ഞാൻ അകലെയൊന്നുമല്ല, എല്ലായിടത്തുമുണ്ട്, അവന്റെ അടുത്തു ഞാനുണ്ട്. അതുകൊണ്ട് ഉജീബു ദഅവത്തദ് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. ഫൽയസ്തജീബൂ ലി, അതുകൊണ്ട് എന്നോട് ഇജാബത്ത് ആവശ്യപ്പെടട്ടെ. വൽയുമിനൂ ബി, ഇജാബത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അള്ളാഹുവിലുള്ള വിശ്വാസം, എന്നെ വിശ്വസിക്കട്ടെ അവൻ. അള്ളാഹുവിന്റെ ആ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഓഫർ, അള്ളാഹു നമുക്ക് നൽകിയ പ്രതീക്ഷ, അതിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാനോടുകൂടെ എന്റെ ഇജാബത്ത് പ്രതീക്ഷിച്ച് അവൻ എന്നോട് ദുആ ചെയ്യട്ടെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുആ എന്നത് അതൊരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ആയുധമാണ്. ആയുധം എന്ന് പറയുന്നതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി വ ഇമാദുദ്ദീനി വ നൂറുസ് സമാവാതി വൽ അർള്. പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്. ബദർ കഴിഞ്ഞു അല്ലേ? ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ബദർ അനുസ്മരണത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ അനുസ്മരിക്കുന്ന രക്തസാക്ഷികളും യോദ്ധാക്കളും ബദരീങ്ങളാണ്. അവരുടെ ബറക്കത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. അതിന് ധാരാളം കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ബദറിലെ നിരായുധരായ 313 ആളുകളുടെ പ്രധാനപ്പെട്ട ആയുധം എന്തായിരുന്നു? ആ സംഘത്തെ 1000-ഓളം വരുന്ന സർവായുധ സജ്ജരായ ജനങ്ങളോട് പൊരുതാൻ പ്രേരിപ്പിച്ച ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുധം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ അത് പ്രാർത്ഥനയും ദിക്റുമായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅത. നിങ്ങൾ ആ സംഘത്തെ കണ്ടുമുട്ടിയാൽ, ശത്രുപക്ഷത്തെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഫസുബുതു, ഒന്ന് ഉറച്ചു നിൽക്കുക. ഉറച്ചു നിൽക്കാൻ എന്താണ് ഇവരുടെ കയ്യിലുള്ളത് സഹോദരന്മാരെ? ആയുധങ്ങളുണ്ടോ? ഇല്ല. വളരെ കുറഞ്ഞ ആയുധങ്ങളേ ഉള്ളൂ. വാഹനങ്ങളുണ്ടോ? ഇല്ല. ജീവിതത്തിൽ ആദ്യമായി നോമ്പെടുത്ത വർഷമാണ്. നമ്മൾ ചിന്തിക്കണം. കാരണം ഹിജറ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. ആ ഹിജറയുടെ 2-ാം വർഷമാണ് ബദർ നടക്കുന്നത്. നമ്മൾ നമ്മുടെ 13 വയസ്സ് മുതൽ 10 വയസ്സ് മുതൽ 8 വയസ്സ് മുതൽ നോമ്പെടുക്കുന്ന ആൾക്കാരാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ വർഷങ്ങളോളം നോമ്പെടുത്ത പരിചയമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. നമുക്ക് നോമ്പുകാലത്തെ ക്ഷീണം ഒരു പ്രശ്നമാകാതെ പോയത് കുറെ കാലം നോറ്റ് ശീലിച്ചത് കൊണ്ടുകൂടെയാണ്. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി നോമ്പെടുത്ത വർഷം 16 ദിവസം നോമ്പെടുത്തിട്ട് 17-ാമത്തെ ദിവസം നോമ്പില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കണം, 16 ദിവസത്തെ നോമ്പിന്റെ ക്ഷീണമൊക്കെ അവർക്കുണ്ട്. പക്ഷേ 16 ദിവസവും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ആവേശത്തോടെ അഹങ്കാരികളായി ബദറിലേക്ക് വന്ന അബൂജഹലും കൂട്ടരോടും പൊരുതാൻ വേണ്ടി ഇസ്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഫസ്ബുത്തു, ഉറച്ചു നിൽക്കുക. പിന്നെന്താ വേണ്ടത്? വദുക്കുറുല്ലാഹ കസീറ, അല്ലാഹുവിനെ കൂടുതൽ നിങ്ങൾ സ്മരിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക, പ്രാർത്ഥന വർദ്ധിപ്പിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ. എന്തിനു വേണ്ടി സഹോദരന്മാരെ? വിജയമുണ്ടാവാൻ വേണ്ടി. പ്രാർത്ഥനയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആയുധം. പക്ഷെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് പോളിസിയാണോ? എല്ലാ വാതിലും പോയി മുട്ടിയിട്ട് അതെല്ലാം അവിടെയൊക്കെ പരാജയപ്പെട്ടിട്ട് അവസാനം ചെന്ന് മുട്ടേണ്ട ഒരു വാതിലാണോ അള്ളാഹുവിന്റെ വാതിൽ എന്ന് നാം ചിന്തിക്കണം. നമ്മുടെയൊക്കെ സ്വഭാവം അതാണ്. പ്രാർത്ഥന ഒരു ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ ഇൻഷുറൻസ് കൊടുത്ത് സ്വാഭാവികമായി അത് നമുക്ക് കിട്ടുന്നില്ല. എപ്പോഴാണ് കിട്ടുക? നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കിട്ടുക. അതെ, പ്രയാസമുള്ള സമയത്ത്. അങ്ങനെയുള്ള ഇൻഷുറൻസ്. അത് പറ്റുമോ പറ്റൂല എന്നൊക്കെ വേറെ ചർച്ചയാണ്. ഞാൻ പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, എല്ലാറ്റിനും ഇൻഷൂറുള്ള കാലമാണ് ഇന്ന്. അപ്പോ ഇൻഷൂർ ഒരു മനുഷ്യന് ഉപകരിക്കലപ്പോഴാ അതോൻ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു പരിപാടിയാ, ഉപകരിക്കുന്ന ഒരു സാധന എന്നതുപോലെ അള്ളാഹുവിനെ നാം സമീപിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വിഷമിക്കുമ്പോൾ മാത്രമാണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ധാരണ വലിയ പിശകാണ്. മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. പ്രാർത്ഥന അങ്ങനെയല്ല. വിഷമിക്കുമ്പോൾ മാത്രമല്ല ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്. സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാരിദ്ര്യമില്ലാത്ത സമയത്ത്, രോഗമില്ലാത്ത സമയത്ത്, ഒരു മനുഷ്യന് പ്രയാസഘട്ടത്തിൽ അള്ളാഹുവിനെ വിളിക്കുമ്പോൾ അള്ളാഹു ഉത്തരം കൊടുക്കാൻ അതിനുള്ളൊരു മാനദണ്ഡമായി അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ട്, അബീ ഹുറൈറയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദ്. ഒരു മനുഷ്യന് സന്തോഷമുണ്ടോ? അവൻ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന സമയത്ത് അള്ളാഹു അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകണമെന്നവൻ ആരെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആർക്കും സന്തോഷം ഉണ്ടാവും. വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനെ നമ്മൾ വിളിക്കുമ്പോൾ അള്ളാഹു ഉത്തരം നൽകുക എന്നത് ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്നുണ്ടോ? എന്നാൽ അതിനുള്ള വഴി എന്താണ്? ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉത്തരം കിട്ടാനുള്ള വഴി മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പ്രതിസന്ധിയുമില്ലാത്ത ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കട്ടെ. വിഷമിക്കുമ്പോൾ മാത്രം
പോയി മുട്ടാനുള്ള വാതിലല്ല അള്ളാഹുവിന്റെ വാതില്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ചോദിക്കുന്നത് ലഭിക്കാനുള്ളത് മാത്രമാണോ സഹോദരന്മാരെ? അള്ളാഹു ഒരിക്കലും ഒരു മുഅ്മിനായ മനുഷ്യനെയും ഖായിബാക്കുകയില്ല. കാരണം അവനെ നിരാശനാക്കുകയില്ല. അല്ലാഹു തആല പറയുന്നുണ്ട്, മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി തആല മിനദ് ദുആ. അല്ലാഹുവിനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ബഹുമാനമുള്ള പ്രാർത്ഥനയോളം അല്ലാഹു ആദരിക്കുന്ന, അല്ലാഹു മാനിക്കുന്ന ഒന്ന് ലോകത്തില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ഒരിക്കലും അവനെ നിരാശരാക്കുകയില്ല. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ ഖായിബത്തൈൻ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു അടിമ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ഒരിക്കലും സീറോ ആയി അല്ലാഹു അവനെ മടക്കില്ല. അങ്ങനെ മടക്കാൻ അല്ലാഹുവിന് വല്ലാത്ത പ്രയാസമാണെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത് ചോദിക്കുന്നത് ലഭിക്കുക എന്നത് മാത്രമാണോ? എല്ലാം ചോദിക്കുന്നത് അല്ലാഹു കൊടുക്കൂല. അതേതുപോലെയാണ് എൻ്റെ ചെറിയ മകൻ, കുഞ്ഞു മകൻ എന്നോട് ചോദിക്കുന്നതെല്ലാം നാം കൊടുക്കാറില്ല. തൻ്റെ മകൻ 6 വയസ്സുള്ള ഒരു മകൻ വന്നിട്ട്, അല്ല 10 വയസ്സുള്ള ഒരു മകൻ വന്നിട്ട് ഒരു ബൈക്ക് വാങ്ങി തരണമെന്ന് പറഞ്ഞാൽ എത്ര ചോദിച്ചാലും, ദ്വാ പോലെ ചോദിച്ചാലും നമ്മൾ വാങ്ങിക്കൊടുക്കില്ല. മകനോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, അതവനിക്ക് ഉപകാരമല്ല, അതുകൊണ്ടാണ് കൊടുക്കാത്തത്. അതാണല്ലോ മഹാന്മാര് പഠിപ്പിച്ചത്. അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും സ്പോട്ടിൽ ചിലത് നമുക്ക് ലഭിക്കാറില്ല. അതിന് കാരണം നമ്മോട് ഇഷ്ടക്കുറവ് കൊണ്ടോ നമ്മെ അവഗണിക്കുന്നത് കൊണ്ടോ അല്ല, അത് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. അതേ സമയത്ത് ഒരു സമയം കഴിഞ്ഞാൽ സമയമാകുമ്പോൾ അത് കൊടുക്കും. അതാണ് മഹാനായ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ, ഒരു മുസ്ലിമും അല്ലാഹുവിനോട് ഒരു കാര്യവും പ്രാർത്ഥിക്കുന്നില്ല, ലൈസ ഫീഹാ ഇസ്മുൻ, കുറ്റകരമായ കാര്യമല്ല ചോദിക്കുന്നത്. അതേ സമയത്ത് വലാ ഖതിഅത്തു റഹിമിൻ, കുടുംബബന്ധം മുറിച്ചിട്ടല്ല ചോദിക്കുന്നത്. അവിടെ മനസ്സിലാക്കണം, കുടുംബബന്ധം മുറിക്കാത്തവനായി കുറ്റമായ കാര്യമല്ലാത്തതായി ഒരാൾ ഒരു ദുആയും നടത്തുന്നില്ല. അപ്പൊ കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ ദുആക്ക് ഒരു പ്രസക്തിയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ ഒരാളും ചോദിക്കാറില്ല. ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദസ്സലാസ്, ആ പ്രാർത്ഥന ഫലമായി അവനിക്ക് 1/3 അല്ലാഹു കൊടുത്തിട്ടല്ലാതെ 1/3 കൊടുക്കും. ഒന്നെന്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ? അല്ലാഹു തആല പറയുകയാണ്, ഏതാണ് 1/3? ഒന്നിരിക്കൽ ഓൻ ചോദിച്ചത് പെട്ടെന്ന് കൊടുക്കല, ചിലത് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ അല്ലാഹു തആല അവൻ ചോദിച്ചത് ആഖിറത്തിലേക്ക് അല്ലാഹു തആല കൂട്ടിവെക്കും, പരലോകത്തിലേക്ക്. നമ്മുടെ പ്രാർത്ഥന നമുക്ക് ചോദിച്ചത് ഉടനെ കിട്ടിയില്ല, താമസിച്ചും കിട്ടിയില്ല, തീരെ കിട്ടിയില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ഈ പ്രാർത്ഥനകൾ മുഴുവനും ഒരിക്കലും ഒന്നിനും പൊളിക്കാൻ കഴിയാത്ത അമലായി നാളെ മഹ്ശറയിൽ വരുമ്പോൾ ദുആകൾ അവന്റെ രക്ഷക്കെത്തുന്ന വലിയ ഇബാദത്തുകളായി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്? ചോദിച്ചത് കിട്ടിയില്ല, പെട്ടെന്നും കിട്ടിയില്ല, നേരം വൈകിട്ടും കിട്ടിയില്ല. പക്ഷേ മൂന്നാമത് പറഞ്ഞൊരു കാര്യം, ഇവൻ ചോദിച്ചത് അവന് കൊടുക്കുന്നില്ലെങ്കിൽ അവനിലേക്ക് വരാനുള്ള വിപത്തിനെ ഈ പ്രാർത്ഥനയുടെ ഫലമായി അള്ളാഹു വഴിതിരിച്ചു വിടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 3-1 കാര്യം ഏത് പ്രാർത്ഥനക്കും ലഭിക്കും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് ചോദിച്ചത് കിട്ടാൻ മാത്രമല്ല. അത് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, കിട്ടാതെ ഇങ്ങനെ പോകുന്നു, അത് നമുക്ക് നിരാശപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ചില വഴികളിൽ 2 കാര്യം മാത്രം ഞാൻ പറയാണ്. അതിൽ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രയാസഘട്ടങ്ങളിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ഉത്തരം നൽകാൻ സന്തോഷമുള്ള, ഒരു പ്രയാസവുമില്ലാത്ത, അനാരോഗ്യമുണ്ടാകുമ്പോൾ ദുആക്ക് പ്രാധാന്യം ഉണ്ടാവണമെങ്കിൽ രോഗമില്ലാത്ത സമയത്ത് അവൻ അള്ളാഹുവിനോട് ദ്വാരന്നുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാരണം അതാ. മറ്റൊന്നെന്താണ് സഹോദരന്മാരെ? മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മറ്റുള്ളവർക്ക് ദ്വാരക്കുക. നമ്മൾ പല ആളുകളും ഒരു ദ്വാന്റെ മജ്‌ലിസിൽ വന്നാൽ ദ്വാരക്കുന്ന ആലിമ്, പണ്ഡിതൻ, വേറെ ആരുടെയെങ്കിലൊക്കെ പേര് പറഞ്ഞപ്പോൾ അയാൾ ഇവിടെ ഉണ്ടാവൂല. അയാൾക്ക് വേണ്ടി ഇങ്ങനെ ദ്വാരക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും
നമ്മുടെ മുന്നിലില്ലാത്ത, കേൾക്കാൻ അയാൾ കേൾക്കുന്നില്ല, അയാൾ അറിയുന്നില്ല, ഞാൻ ദ്വാരുന്നത് അയാൾ ജീവിതത്തിൽ പോലും അറിയുന്നില്ല എന്ന് വിചാരിക്കുക. ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ദുആകളിൽ ഒരു ദുആ ഏതാണ്? ആ ദുആ നമ്മുടെ കാര്യങ്ങൾ അല്ലാഹുവിനോട് പറയുമ്പോൾ തന്നെ മറ്റുള്ള മനുഷ്യരുടെ സമൂഹത്തെ മാനിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന മഹത്വത്തിന്റെ ഒരു പ്രാധാന്യമാണത്, മഹത്വമാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അബൂദർദാ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹിരിൽ ഗൈബി. അദൃശ്യമായി ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ മറ്റൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നില്ല, ഇക്കല്ലാ ഖാലൽ മലക്കുൽ മുഅക്കൽ, ഒരു പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മറ്റൊരു സഹോദരന് ദ്വാരക്കുന്ന സമയത്ത് മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വലക ബിമിസ്ലി ദാലിക്, വലക ബിമിസ്ലി ദാലിക്, വലക ബിമിസ്ലി ദാലിക്. അവനിക്ക് നീ എന്താണോ ആവശ്യപ്പെടുന്നത് അത് എനിക്കും അള്ളാഹു നൽകും, അള്ളാഹു നൽകട്ടെ, അള്ളാഹു നൽകട്ടെ. അങ്ങനെ അവനിക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു മലക്കിനെ നിശ്ചയിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മറ്റൊരു ഹദീസ്, മറ്റൊരു റിവായത്തിൽ കാണാം, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബത്തുൻ. അഥവാ മറ്റൊരു സ്നേഹിതന് വേണ്ടി അവൻ അറിയാതെ, അവൻ കേൾക്കാതെ, അവന്റെ സാന്നിധ്യത്തിലല്ലാതെ, അവൻ കാണാത്ത സ്ഥലത്ത് വെച്ച് അവനിക്ക് ദുആ ചെയ്യുന്ന സമയത്ത് ആ ദുആ ഇജാബത്ത് കൂടുതലുള്ള പ്രാർത്ഥനയാണ്, മുസ്തജാബാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു, ഇൻദ റഅസിഹി മലക്കും മുഅക്കലുൻ, പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ഒരു മലക്ക് അവന്റെ തലയുടെ ഭാഗത്തുണ്ടാകും. കുല്ലമാ ദആ ലി അഖീഹി ബിഖൈരിൻ, ഒരു സഹോദരന് വേണ്ടി ഒരു ഖൈർ കൊണ്ടവൻ ദ്വാരക്കുമ്പോ മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആ മലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിനക്കും അതുണ്ട്, നിനക്കും അത് നൽകട്ടെ, നിനക്കും അത് കിട്ടട്ടെ എന്ന് ദ്വാരന്നുകൊണ്ടിരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുആ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ട സമയം നമ്മുടെ മുന്നിൽ വർദ്ധിച്ചു വരികയാണ്. എപ്പോഴും ദ്വാരക്ക, റമദാൻ കഴിഞ്ഞാലും ദ്വാരക്ക. പക്ഷെ ഇനിയുള്ള രാത്രികൾ, ഇനിയുള്ള രാവികൾ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഈമാനുള്ള മുഅ്മിനീങ്ങളും മനുഷ്യന്മാരും ഒക്കെ ദുആയിൽ തലകുത്തി വീഴുന്ന സമയമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ദ്വാരന്ന് നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിന് ധാരാളം ഗുണങ്ങളും ഫലങ്ങളും നമുക്കുണ്ടാവും. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.